സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കമനയെ കൊല്ലപ്പെട്ടു എന്ന് ആദ്യമായാണ് ട്രംപ് കമനയെ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഒരു സ്ഥിരീകരണം വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വിശ്വാസയോഗ്യമെന്ന കാര്യത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരും. ആ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: Khamenei, one of the most evil people in history, is dead. This is not only justice for the people of Iran but for all great Americans and those people from many countries throughout the world that have been killed or mutilated by Khamenei and his gang bloodthirsty thugs. അതേ, കമനയെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാന് വേണ്ടി മാത്രമല്ല, അമേരിക്കയ്ക്ക് വേണ്ടി, അതിനപ്പുറത്തേക്ക് കമനയെ ഭരണകൂടം ഇല്ലാതാക്കിയ നൂറുകണക്കിന് മനുഷ്യർക്ക് വേണ്ടി കമനയെ കൊലപ്പെടുത്തിയെന്ന എന്നൊരു പ്രഖ്യാപനമാണ് നിലവിൽ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇതിനോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 5 മിനിറ്റ് മുമ്പ് മാത്രം ട്രംപ് ഇട്ട പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു ഒതന്റിക്കായ ഒരു എവിഡൻസിന്റെ പുറത്തിട്ട പോസ്റ്റാണ് നടക്കുമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ ഒരു ഇസ്രായേലി സൈനികന്റെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ട ഈ കമനയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഏറ്റവും പ്രധാനമായും ഒതന്റിക്കായി നമ്മൾ ക്രെഡിബിളായ കാര്യങ്ങൾ പറയുമെന്ന് നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ വെറുതെ ഒരു ഏറ്റവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ പറയുമെന്ന് നമ്മൾ കരുതുന്ന ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന കമനി കൊല്ലപ്പെട്ടു എന്ന പോസ്റ്റാണ്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പോസ്റ്റ് ഈ ദിവസം ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രതികരണം ഇറാൻ നടത്തിയിട്ടില്ല. നേരത്തെയൊക്കെ ഓരോ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് കമനയെ കൊല്ലപ്പെട്ടിരിക്കാമെന്ന വാർത്തകളൊക്കെ വന്നതെങ്കിൽ ഇതാദ്യമായാണ് ട്രംപ് ഔദ്യോഗികമായി കമനയെ കൊല്ലപ്പെട്ടു എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തുവിടുന്നത്.